പാലക്കാട് വടകപ്പതി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് സമരസമിതി. RBC സമരസമിതിയാണ് UDF, LDF മുന്നണികൾക്കും BJPക്കുമെതിരായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10,000 നിഷേധ വോട്ടുകൾ രേഖപ്പെടുത്തിയ മേഖലയാണ് ഇത്. കുടിവെള്ളത്തിനും ജലസേചന സൗകര്യത്തിനുമായി മൂലത്തറ വലതുകര കനാൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി സമരരംഗത്തുള്ള RBC സമരസമിതിയാണ് വടകരപ്പതി, എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പറ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ഓളം നിഷേധ വോട്ടുകൾ രേഖപ്പെടുത്തിയ മേഖലയാണിത്. വടകരപ്പതി പഞ്ചായത്തിൽ മാത്രം 6,000 പേരാണ് നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വടകരപ്പതിയിൽ അട്ടിമറി വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ 13ഇടത്താണ് RBC മത്സരിക്കുന്നത്. തുടർച്ചയായിട്ട് മക്കൾ ഇടതും വലതും BJPയും എല്ലാവർക്കും വോട്ടളിച്ച് இன்னும் യാതൊരു உரிமையும் தேவையும் நிறைவேற்றப்படல. அதனால இந்த சமயத்தில் மக்கள் ஒரு பொது வேட்பாளர் அல்லது ஒரு சுதந்திர வேட்பாளருக்கு വാക്കളിക്കണമെங்கிற ഒരു முடிவோட വന്നിരിക്കാங்க. LDFനെയും UDFനെയും BJPയെയും മറികടക്കുന്ന പ്രചരണമാണ് വടകരപ്പതിയിൽ RBC നടത്തുന്നത്. നാട്ടുകാരിൽ നിന്നും അനുകൂല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്ന് RBC സ്ഥാനാർത്ഥികൾ പറയുന്നു. 40 വർഷം തന്നിക്ക് വേണ്ടി പോരാട്ടத்துக்கு இந்த கெடுவு ஒரு நல்ல ஒரு முடிவு നമുക്ക് கிடைக்கும். ഇവിടെ കർക്കിടക മാസം പോലും ലാരിയിൽ വെള്ളം കൊടുക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ജനങ്ങളിലൂടെ ഇത് നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ജയിക്കുന്നുള്ള ഒരു ധാരണയിലാണ്. ഇരു മുന്നണികളെയും BJPയെയും മറികടന്ന് വടകരപ്പതി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് RBC സമരസമിതി. റിപ്പോർട്ടർ, പാലക്കാട്.